ഹിന്ദു ഭീകരത, കാവി ഭീകരത എന്നൊക്കെ ആരോപിക്കപ്പെട്ടിരുന്ന മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അതെ. കോൺഗ്രസ് കേന്ദ്രവും മഹാരാഷ്ട്രയും ഭരിക്കുന്ന കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് കോൺഗ്രസിൻ്റെ കയ്യിൽ ഭരണം ഉണ്ടായിരുന്നിട്ട് പോലും ഇവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചില്ല എന്നാണ് ഇപ്പോഴത്തെ ഈ വിധി നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഈ വിധി വന്നതിന് ശേഷം മുമ്പ് ഈ കേസിൽ അറസ്റ്റൊക്കെ നടന്നപ്പോൾ കോൺഗ്രസ് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. ദിഗ്വിജയ് സിംഗും ചിദംബരവും ഒക്കെ ഹിന്ദു ഭീകരത എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും ഹിന്ദു സംഘടനകളെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു പോയിരിക്കുകയാണ്. ഈ ഈ വിധി വന്നതിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ ആരും വെച്ച നാക്കെടുത്തിട്ടില്ല, മിണ്ടുന്നില്ല. ദിഗ്വിജയ് സിംഗിൻ്റെ ഒന്നും അഡ്രസ്സ് പോലുമില്ല. ചിദംബരം ഏതാണ്ട് കട പൂട്ടിയ അവസ്ഥയിലാണ് ചിദംബരത്തിൽ. എന്താണ് സാർ ഈ മലേഗാവ് സ്ഫോടനത്തിൽ അന്ന് ഇങ്ങനെയൊക്കെ പറയുകയും ഇപ്പോൾ കോൺഗ്രസ് മൗനം പാലിക്കുകയും ചെയ്യുന്നു? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ല, അക്കാലത്ത് ഭീകരവാദം എന്ന് പറയുന്നത് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന ഒന്നാണെന്ന് രാജ്യവ്യാപകമായിട്ട് വിശ്വസിച്ചിരുന്നു. അതിനുള്ള തെളിവുകളായിട്ട് പലരെയും പിടികൂടുകയും പലരെയും ശിക്ഷിക്കുകയും പലരെയും ലോകമെങ്ങും അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ മറിച്ചൊരു വാദവും ഉണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ട് കോൺഗ്രസ്സിലെ തന്നെ ചില നേതാക്കൾ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യമായ അവസ്ഥ. അപ്പോൾ അങ്ങനെ വീണ് കിട്ടിയതോ കണ്ടെടുത്തതോ ആയ ഒരു സംഭവമാണ് മലേഗാവ് എന്നാണ് BJP വൃത്തങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഹിന്ദു സംഘടനകളും ഏതാണ്ട് അതുപോലെയാണ് പറഞ്ഞിരുന്നത്. 2008 ഇങ്ങനെ മുംബൈയിൽ നിന്നും 200 കിലോമീറ്റർ അപ്പുറത്ത് മലേഗാവിൽ ഒരു മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടി. അവിടെ അപ്പോഴതിനെ 7 പേർ മരിക്കുകയും ഉടനെ തന്നെ 7 പേരുടെ മരണം സംഭവിക്കുകയും ഒരുപാട് 101 പേർക്ക് പരിക്കേൽക്കുകയും ഗുരുതരമായ പരിക്കേറ്റ ഒരു ആൾക്കൂട്ടം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത്, അപ്പോൾ അതൊരു വലിയ ഒരു സ്ഫോടനം അങ്ങനെ നടന്നു. അപ്പോൾ അത് ഹിന്ദു തീവ്രവാദികളാണ്, പ്രത്യേകിച്ച് പ്രജ്ഞാത് സിംഗ് ഠാക്കൂറിനെ സംബന്ധിച്ചുള്ള അഭിനവ് ഭാരത് എന്ന് പറയുന്ന അഭിനവ് ഭാരത് അടക്കം സംഘടന അടക്കമുള്ളവർ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രജ്ഞാത് സിംഗ് ഠാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവർ പാർലമെൻറ്റിനകത്തും MP എന്നുള്ള നിലയ്ക്ക് പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തുമൊക്കെ വളരെ ശക്തമായി, ചിലപ്പോൾ ചില തീവ്രമായുമൊക്കെ നിലപാടുകൾ എടുക്കുകയും ഹിന്ദുത്വ ശൈലിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ഈ സംഭവം നടക്കുമ്പോൾ അവർ ജനപ്രതിനിധി ആയിരുന്നില്ല. അല്ല, അന്നായിരുന്നില്ല. അത് അഭിനവ് ഭാരതിന്റെ ഒരു നേതാവ് മാത്രമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ഇവരുടെ തീവ്രമായ സംസാര ശൈലിയെ ഇവരെ ഒരു തീവ്രവാദിയാക്കുന്നതിലേക്ക് എളുപ്പമുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഒരുക്കിയ കെണിയാണെന്നാണെന്ന് BJP ഉൾപ്പെടെയുള്ളവർ അന്ന് പറഞ്ഞു. അന്ന് ഇത് മാത്രമല്ല, ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ കേണൽ ശ്രീകാന്ത് പുരോഹിത്, പ്രസാദ് ശ്രീകാന്ത് പുരോഹിത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് ഈ ബോംബ് നിർമ്മിച്ചതെന്നും പിന്നീടാണ് ഇത് മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ചതെന്നും ഒക്കെയാണ് അന്ന് ഈ കുറ്റപത്രത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ കോടതി ഇപ്പോൾ പറയുന്നത് അതിനൊന്നും ഒരു തെളിവുമില്ല, ഒരു തെളിവും ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചില്ല. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ആദ്യം ഇത് മഹാരാഷ്ട്ര ATS അന്വേഷിച്ചു, പിന്നീട് ഇത് NIA അന്വേഷിച്ചു. 2014 മോദി സർക്കാർ വരുന്നത്. ഈ 2014 ഇവർക്ക് എല്ലാ തെളിവുകളും ശേഖരിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും കൃത്യമായിട്ട് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് പോലെ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന്, ഏജൻസിക്ക് സാധിച്ചില്ല എന്നാണ് കോടതി പറയുന്നത്. അതുപോലെ അന്ന് കർക്കറെ പോലുള്ള ഒരു കണിശക്കാരനും സമർത്ഥനുമായ ഒരു പോലീസ് ഓഫീസറാണ് ഈ മഹാരാഷ്ട്ര ATSന്റെ തലവനായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം കുറ്റമറ്റതായിരിക്കുമെന്നാണ് എപ്പോഴും എല്ലാവരും കരുതുന്നു. പിന്നെ മഹാരാഷ്ട്രയിൽ മാത്രമല്ല പുറത്തുമുള്ളവർ അക്കാലത്ത് കരുതിയിരുന്നത്. അദ്ദേഹം അത്തരത്തിൽ ധീരനായും ദേശസ്നേഹിയുമായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ തന്നെയാണെന്നാണ് ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഇങ്ങനെ ഒരു എൻക്വയറി നടന്നിട്ടും എന്തുകൊണ്ട് ഇത് തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം. പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ, അതുപോലെ തന്നെ NIA, ഇന്റലിജൻസ് ഏജൻസികൾ എല്ലാം കോൺഗ്രസിൻ്റെ കൈവശം ഇരിക്കുമ്പോൾ, മഹാരാഷ്ട്ര സർക്കാർ കോൺഗ്രസിൻ്റേതാണ്, ദേശീയ സർക്കാർ കോൺഗ്രസിൻ്റേതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്ര വ്യക്തമായിട്ട് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ, ദിഗ്വിജയ് സിംഗ് ആവട്ടെ, ചിദംബരമാകട്ടെ, എല്ലാവരും വളരെ
വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടും അത് തെളിയിക്കപ്പെടാതെ പോകുന്നു എന്ന് പറയുന്നത് അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ അവരതിനകത്ത് ഈ തീവ്രമായി ഇടപെട്ടിട്ടുണ്ടാവണം. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇത് കീഴ്ക്കോടതിയിൽ തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. തീർച്ചയായിട്ടും തെളിവുകളുടെ അഭാവം അത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇത്തരം സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ അതിനകത്ത് തെളിവുകൾ കിട്ടാൻ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ആസൂത്രിതമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനെക്കുറിച്ച് എത്ര മോശമായ രീതിയിൽ അന്വേഷിച്ചാലും അതിന് എന്തെങ്കിലും തുമ്പുകൾ കിട്ടേണ്ടതാണ്. അത്ര പോലും ഒരു തുമ്പ് കിട്ടാതെ ഇത് വന്നത് എന്തുകൊണ്ടാണെന്ന് അതിശയകരമായിരിക്കുന്നു. അതിനുശേഷം പിന്നീട് മുംബൈ ആക്രമണം ഉണ്ടാകുന്നു. മുംബൈയിൽ നമ്മുടെ ഹേമന്ത് കർക്കർ അല്ല 2 ഹോട്ടലുകൾ അടക്കം വിദേശികളടക്കം നിരവധി പേരുടെ 200ഓളം പേരുടെ മരണത്തിന് കാരണമാക്കുന്നു. അന്ന് അവിടെ ഈ സംഭവം നടക്കുമ്പോൾ പോരിനിറങ്ങിയ കർക്കരെ വധിക്കപ്പെടുന്നു. ഇതെല്ലാം അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ധരിച്ചിരുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലും കാലഹരണപ്പെട്ടതും മോശമായതുമായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിനൊരു നല്ല ജാക്കറ്റ് കൊടുക്കാൻ പോലും ഇതൊക്കെ എമർജൻസി വരുമ്പോൾ പോലീസിൽ നിന്ന് ആരെങ്കിലും പെട്ടെന്ന് നൽകുന്നതായിരിക്കുമല്ലോ. അല്ലാതെ DGP ആയിരിക്കുന്ന ആൾ ഇത് എടുത്തുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ കമ്മീഷണർ ആയിരിക്കുന്ന ആൾക്കാരൊന്നും ഇതും കൊണ്ടല്ല നടക്കുന്നത്. അപ്പോൾ വാർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കൊടുക്കുന്ന ഒരു സാധനമാണത്. അപ്പോൾ സാധനം പോലും ക്വാളിറ്റി ഇല്ലാത്തതായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിനും ആരോ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ ഈ എൻക്വയറിയിൽ എന്ത് വന്നിട്ടുണ്ട് എന്നുള്ളതും സംശയമാണ്. അപ്പോൾ അദ്ദേഹം തെളിവില്ല എന്ന് ആണോ ഇതിനകത്ത് മുന്നോട്ട് നീങ്ങിയത് എന്നൊക്കെ 100 ചോദ്യങ്ങൾ വരുന്നു. പിന്നെ മുംബൈ ആക്രമണവും ഹിന്ദു തീവ്രവാദികളുടെ ഒരു പ്ലാനാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും BJP അടക്കം അന്ന് ഈ ആക്രമണം ആരംഭിച്ച് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നത് ഇത് ഹിന്ദു തീവ്രവാദികൾ ഹിന്ദു ഭീകരരാണ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചും RSS അടക്കമുള്ള ഹിന്ദു സംഘടനകളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പച്ചയ്ക്കാണ് ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ളവർ അന്ന് രംഗത്ത് വന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മലേഗാവ് സ്ഫോടനത്തിനെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുംബൈ സ്ഫോടനം ഒരു വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളൊരു തന്ത്രമുണ്ടായിരുന്നു എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ടാണ് അമിത്ഷാ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഹിന്ദുക്കൾക്ക് ഭീകരവാദി ആകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഇപ്പോഴത്തെ ഈ വിധി. അത് സാർ അവിടെ അപ്പോഴ് അമിത്ഷാ ഇത് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് ഈ കോടതി വിധി വന്ന് ഇപ്പോൾ ഇതാ 24 മണിക്കൂറാകുകയാണ്, ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല. കാരണം അവരുടെ വായിൽ മണ്ണ് വീഴുന്ന വിധത്തിലാണ് ആ വിധി. കാരണം യാതൊരു തെളിവുമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അവരുടെ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് അവരുടെ കേന്ദ്ര ഏജൻസികളടക്കം അന്വേഷിച്ച് അവരുടെ ഭരണം ഇരിക്കുമ്പോൾ നടത്തിയ എൻക്വയറിക്കും അത് കഴിഞ്ഞ് വന്ന പ്രോസിക്യൂഷൻ നടപടികൾക്കും എന്തുകൊണ്ട് ഫലപ്രാപ്തി കാണാൻ കഴിഞ്ഞില്ല? 2008 സംഭവം നടക്കുന്നു, 2014 വരെ അവർ അധികാരത്തിലിരിക്കുന്നു. അപ്പോൾ 2018 വിചാരണ ആരംഭിക്കുന്നത്. ഈ കുറ്റപത്രം എനിക്ക് തോന്നുന്നു 2014 മുമ്പ് തന്നെ സമർപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അതിന്റെ വിചാരണയും കാര്യങ്ങളും പിന്നെ നീണ്ടുപോകും. അതിനകത്ത് BJP ഗവൺമെന്റിന് ഒരു പങ്കും ഇല്ല. തീർച്ചയായിട്ടും ഇല്ല. കാരണം അതിന്റെ എല്ലാ പ്രോസസ്സും കോൺഗ്രസിന്റെ കാലത്ത് പൂർത്തിയായി. അതും കഴിഞ്ഞ് പിന്നെ 2014 വരെ അവരുടെ ഭരണം ഉണ്ടായിരുന്നു. എന്നിട്ടും ഇത് തെളിയിക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് കെട്ടിപ്പൊക്കിയ ഒരു കഥയാണോ എന്നുള്ളത് BJPക്ക് ചോദിക്കാൻ അവകാശം ഉണ്ട്. അങ്ങനെ ഒരു അവകാശം പുറത്തു വരേണ്ടത് അതാണ്. ഇത് കെട്ടിച്ചമച്ച കഥയാണോ എന്നുള്ളത് ഇനി പുറത്തു വരാനിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഹൈക്കോടതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് കൊണ്ടുപോകാൻ അങ്ങനെ അതിന്റെ പിന്നിലൊക്കെ ആൾക്കാരുണ്ട്. ഇത് സ്ഥാപിച്ചെടുക്കണം എന്ന് നിർബന്ധമുള്ളവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർ വീണ്ടും ഇതിനെ ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതൊരു തുടർക്കഥയായിട്ട് വീണ്ടും രംഗത്ത് വരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.